കപ്പടിച്ചതിന് ശേഷം RCBയെ 16,000 കോടി രൂപയ്ക്ക് വിറ്റത് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. പക്ഷേ ഒരു കപ്പ് പോലും ഇല്ലാതെ പഞ്ചാബ് കിങ്സിൽ നിന്ന് പ്രീതി സിൻഡ ഉണ്ടാക്കിയത് ഏകദേശം 1000% റിട്ടേൺസ് ആണ്. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. 2018 ഏകദേശം 35 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്രീതി സിൻഡ പഞ്ചാബ് കിങ്സിന്റെ 23% ഷെയർസ് വാങ്ങി. അതിനുശേഷം ഈ 18ാമത്തെ സീസണിൽ പോലും ഒരു കപ്പ് പോലും ഇല്ലാതെ വളരെ ഏവറേജ് പ്രകടനങ്ങളും അടിക്കടി മാറുന്ന ടീമിനെ വെച്ച് പോലും ഈ ടീമിന്റെ വാല്യൂഷൻ 300 കോടിയിൽ നിന്ന് ഏകദേശം 1,195 കോടി രൂപയായി ഉയർന്നു. പ്രധാനമായിട്ടും IPL ടീംസിന് 4 റവന്യൂ സോഴ്സസ് ആണ്. അതിൽ ഒന്ന് IPL ടീമിന്റെ ഏറ്റവും വലിയ വരുമാനം സെൻട്രൽ പൂൾ, അതായത് മീഡിയ റൈറ്റ്സ് വിറ്റ് കിട്ടുന്ന വരുമാനം. 2022 ശേഷം ഏകദേശം ഈ ഡീൽ പോകുന്നത് 48,000 കോടിക്ക് മുകളിലാണ്. സോഴ്സ് 2 ടിക്കറ്റ് സെയിൽസിന്റെ റവന്യൂവിന്റെ 80% ഉടമകൾക്ക് ലഭിക്കും. അടുത്തത് ജസ്റ്റ് ടൈറ്റിൽ സ്പോൺസർഷിപ്പ്, അതേപോലെ ഗ്രൗണ്ട് സ്പോൺസർഷിപ്പ്, പ്രൈസ് മണി വരെ ഉൾപ്പെടുന്നതാണ് മറ്റു റവന്യൂ സോഴ്സസ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏകദേശം 2024 റവന്യൂ 634 കോടി രൂപയും ഏകദേശം നെറ്റ് പ്രോഫിറ്റ് 252 കോടി രൂപയുമായിട്ട് ഉയർന്നു. കൂടാതെ ബ്രാൻഡ് വാല്യൂ 2025 800 കോടി രൂപയിൽ നിന്ന് 40% ഉയർന്ന് 1,195 കോടി രൂപയായി മാറി. ഇങ്ങനെയാണ് പ്രീതി സിൻഡ എന്ന 3 മുതൽ 5 കോടി രൂപ വരെ മാത്രം റെമ്യൂണറേഷൻ വാങ്ങുന്ന ബോളിവുഡ് സ്റ്റാർ തന്റെ 35 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ബില്യണറായി മാറിയത്.